യവന്റെ മൂടിന്ന് കണി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇന്ന് വല്ല പൊല്ലാപ്പും സംഭവിക്കുമെന്ന്. സത്യം. ഓ, ഇനി എല്ലാം കൂടെ എന്റെ മൂട്ടിക്കൊണ്ടിടി. അവൻ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നെ ഞാൻ എന്തിനാ ഇത്? ഇനി ആ കൊച്ചിനും കൂടെ ഞാൻ ചെലവിന് കൊടുക്കണോന്ന് ആലോചിക്കുമ്പോഴാണ്. ചെലവിന് കൊടുക്കാൻ നിങ്ങൾക്ക് വല്ല ജോലിയും കൂലി ഇരിക്കണം. അതും ശരിയാണ്. മൂത്തവൻ ഇവിടെ പുര നിറഞ്ഞു നിൽക്കുമ്പം ഇളയവന് കല്യാണം. കൊള്ളാം. അവൻ അറിയാടാ മൂത്തവൻ മൂത്തേ നിക്കത്തുള്ളൂ, പെണ്ണൊന്നും കിട്ടൂല എന്നുള്ള കാര്യം. എന്നാലും അവൻ ഇതെന്തിനു പറ്റി? ഒരമ്മളി പറ്റി. എല്ലാം കൊണ്ട് തേങ്ങിയിരിക്കുമ്പോഴാണ് ആസ്ഥാനത്തെ കോമഡി. ഇത് വെച്ച് ഞാൻ ഇറങ്ങി കരുതല്ലേ? അമ്മമാരായ മക്കളെ നല്ലതുപോലെ നോക്കണം. അതെങ്ങനെ അഴിച്ചു വിട്ടേക്കല്ലേ? ഇല്ല, ഞാന്മാരെ കഴുത്തിൽ 2 കയറും കിട്ടിയേ മേക്കാൻ കൊണ്ട് നടക്കായിരുന്നു. മേക്കണവരുന്ന് എങ്കിൽ ഈ അവസ്ഥ വരൂരുന്നാ. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഇതെല്ലാം അവസാനം എന്റെ തലയിൽ വരവുള്ളൂന്ന്. ഞാൻ പോയി. പാവ അമ്മ. അച്ഛാ, എനിക്കൊരു സംശയം. എന്താടാ? അവ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ഞാൻ ഏട്ടത്തിയമ്മയെന്ന് വിളിക്കണോ അതോ അനിയത്തി കുട്ടിന്ന് വിളിക്കണോ? ഒന്നും വിളിക്കണ്ടല്ലേ? ഇനി നീ ഇവിടെ നിന്നാ ഞാൻ നിന്നെ വേറെന്തെങ്കിലും വിളിക്കും. പോ. Oh, so poor house. No TV, no washing machine, no AC. How I live here, Jitu? TV വാങ്ങാൻ നമുക്ക് അച്ഛന്റെ പൈസ അടിച്ച് മാറ്റാം. What about washing machine? വാഷിംഗ് മെഷീൻ അമ്മയുടെ ആഭരണം ഉണ്ട്, അത് വെച്ച് സെറ്റ് ആക്കാം. Then AC? ചേട്ടന്റെ ഒരു അരഞ്ഞാണുണ്ട്, അത് തൂക്കാം. Oh wow, what a wonderful person you are. I love you so much. അല്ല ബിറ്റു, നിനക്ക് വേണ്ടി ഈ കുടുംബം വരെ ഞാൻ വിൽക്കും. പിന്നെ നിന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കാണുമോ ജിത്തു? Why not? But you have to do something to impress them. What? What baby? പറയാ. നീ അമ്മയ്ക്കൊരു തുണയാവണം, അച്ഛന് ഒരു സഹായിയാവണം, ചേട്ടന് ഒരു അനിയത്തി കുട്ടിയാവണം. ഇതെല്ലാം ഞാനാവാം, പക്ഷെ എന്നെ കൊണ്ട് ജോലി മാത്രം ചെയ്യാൻ പറ്റില്ല. അതെന്ത്? എന്റെ ഈ മൃദുലമായ സോഫ്റ്റ് കൈ കണ്ടില്ല ജിത്തു? ഇത് വെച്ച് ഞാൻ പണിയെടുക്കുകയാണെങ്കിൽ എന്റെ കുരുക്കൾ വീഴും, അഴുക്ക് പിടിക്കും, ചെറിയ ചെറിയ മുറിവുകൾ സംഭവിക്കും. അതുകൊണ്ടാ. വേണ്ട, കൈ പോവെങ്കിൽ എന്റെ തക്കുടുമൊന്നും ചെയ്യണ്ട. ഹായ് ആന്റി. ഹായ്. അയ്യോ, എവളെങ്ങനെ ഇങ്ങോട്ട് തള്ളി പിടിച്ചോണ്ട് വരണം? ആന്റി, എന്തുണ്ട് കഴിക്കാൻ? ചീനിക്കിഴങ്ങും ചാള പൊരിച്ചതും. ഓ, ചാള പൊരിച്ചതോ? ഐ ഡോണ്ട് ലൈക്ക് ദി നാസ്റ്റി സ്മെൽ ഓഫ് ദി ചാള പൊരിച്ചത്. ഐ നോ. ഓ, പിന്നെ മോക്ക് എന്നാ വേണം? ബർഗർ ഉണ്ടോ? ഉണ്ടല്ലോ. എന്തരമ്മ? ആന്റി എന്തിനാണ് ചേട്ടനെ വിളിച്ചത്? മോളല്ലേ ചോദിച്ച ബർഗർ ഉണ്ടോന്ന്? ഇതാണ് ഇവിടുത്തെ ഒരു ബർഗർ. വേറൊരു ബർഗർ കടയിൽ പോയി മറ്റൊരു ബർഗറാണ് മോളെ കട്ടിയവൻ. ഓക്കെ? അയ്യോ ആന്റി, ബർഗർ അല്ല, ബർഗർ ഫുഡ്. ഓ, അതായിരുന്നല്ലേ. മക്കളെ, നീ പൊക്കോടാ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. മനുഷ്യനെ നാറ്റിക്കാനായിട്ട്. ഇവിടെ ബർഗർ ഒന്നും ഇല്ല മോളെ. ഓ, എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ നിന്നാ പോലെയിരുന്ന ഇങ്ങോട്ടൊന്നിന് കുറ്റിയും പറിച്ച് വന്നാ. നത്തിങ്. ഓ, അയ്യോ, ഈ മുറിഞ്ഞ വിരൽ വെച്ചാണോ ആന്റി ജോലി ചെയ്യുന്നേ? ഇത് സാരമൊന്നുമില്ല. അയ്യോ, മോളെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി അവിടുന്ന് കരിഞ്ഞു തരുമായിരിക്കും. മരുമോളായ എങ്ങനെ വേണം? എന്റെ സെലക്ഷൻ കൊള്ളാടാ. പാവം. ഇതാണ്ടി, ഇത് വിരലിൽ ഇട്ടോളൂ. ദിസ് ഈസ് ഫിംഗർ കവർ. ഇത് നിങ്ങളുടെ വിരലിന് പ്രൊട്ടക്ഷൻ തരും. ഓക്കെ? താങ്ക്സ്. നോ മെൻഷൻ. അയ്യോ, പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തെ വിളിക്കണേ. വിളിക്കാം മോളെ. എന്നടി ചിക്കൻ മരുമോളൊക്കെ വീട്ടിൽ വന്നതല്ലേ, ഞാൻ 1 കിലോ വാങ്ങിച്ചു. വന്ന അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എല്ലാവർക്കും കൂടെ വെച്ച് വിളിപ്പി കൊടുക്കാനും എന്നെ കൊണ്ട് പറ്റൂല. അവരവർക്ക് വേണ്ടത് അവരവരെ ഉണ്ടായി കഴിക്കണം. അതിനിപ്പോ ഇവിടെ എന്തിനു നടന്ന്? എന്തിനു നടന്നെന്നാ? മരുമോൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയാണ് ആന്റി കഴിക്കാറാകുമ്പോ വിളിക്കണേന്ന്. ഞാൻ അവളെ വേലക്കാരിയാ. അവൾ അങ്ങനെ പറഞ്ഞ? ഞാൻ പിന്നെ കള്ളം പറയണ? ഞാൻ നിന്നെ ഈ വീട്ടിലോട്ട് കെട്ടിക്കൊണ്ട് വന്നതേ കണ്ട് അവളുമാർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും അല്ല. മക്കളെ വളർത്തി വഷളാക്കിട്ടേക്കാണ് വീട്ടുകാര്. ഇന്ന് 2-1 അറിഞ്ഞിട്ടേ ബാക്കി കാര്യം. ഇന്റെ തനിക്കൊണെ അവളെന്ന് അറിയും. കണ്ടോ നീ?
അയ്യോ ഈശ്വര ഒന്ന് പറയണ്ടായിരുന്നു. മിക്കവാറും ഇന്നൊരു കൊലപാതകം നടക്കും. സുകന്യേ, വാട്ട് അങ്കിൾ? മക്കള് അടുക്കള കയറിയെന്ന് കേട്ട്. മക്കള് അരുതാത്തൊന്നും ചെയ്യരുതേ. വീട്ടിലെ പണി ഫുള്ളും ജലജാമ എടുത്തോളൂ. മക്കള് ഒന്നും ചെയ്യണ്ട കേട്ടാ. ഓക്കെ അങ്കിൾ. ജലജ, മിണ്ടാതിരുന്ന സവാള അറിഞ്ഞോണം. മരുമകൾ അമ്മായിയപ്പനെ എടുത്ത് പൊട്ടക്കണത്തിലിട്ടു. ഹൈ ഹൈ. മക്കൾ എവിടെ പോണ്ടാ? ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പല സ്ഥലങ്ങളിൽ പോവും. ഇതെല്ലാം അങ്കിളിനോട് പറയണം എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ജലജ കന്യായില്ലേ? എളിയവ ഇടയ്ക്ക് ജോലിക്ക് പോണെന്നാണ് തോന്നുന്നത് കേട്ടാ. വേറൊന്നുമല്ല, പൈസ ഉള്ളോണ്ടല്ലേ മരുമോളെ കൊണ്ട് കറങ്ങാൻ പോണ. പൈസ കൊണ്ടവനെ, പക്ഷെ അതെല്ലാം നിങ്ങൾ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണെന്നേ ഉള്ളൂ. ഈശ്വരന്റെ 2000. ഈ വീടിന്റെ പ്രമാണം കൂടെ അവിടെ ഉണ്ടാകാൻ നോക്കിയേ. അതുകൊണ്ട് പോയാ എന്താ എത്തിയില്ലേ? കൂടെ നല്ലൊരു പിടിച്ചു വെച്ചു. സോ ഹോട്ട്. ഷോപ്പിംഗ് കഴിഞ്ഞല്ലേ മരുമോളെ? ഇതൊക്കെ അറിഞ്ഞിട്ട് അങ്കിൾ എന്തിനാ? അച്ഛനെ വീണ്ടും മരുമോൾ അണച്ചു വിട്ട്. ചിത്തു, ഓഫ് ദ കൊട. കം കം. കയ്യിലെന്തടാ നിന്റെ? കുറച്ച് കടപ്പലഹാരം. കടപ്പലഹാരോ? മുറുക്ക് ഞാൻ എടുത്തേ. കുഴപ്പമില്ല, ചേട്ടൻ എടുത്തോട്ടെ. നമ്മളെ ചേട്ടനില്ലേ? നീ എടുത്തോടാ. നിനക്ക് നാണമില്ലേടാ അവര് കഴിക്കാൻ മാറ്റുള്ളത് സാധനം എടുത്ത് കഴിക്കാൻ? എന്തൊരു നാണക്കേടമ്മ. എന്റെ അനിയനും അവന്റെ ഭാര്യ വാങ്ങിച്ചോണ്ട് വന്ന കടപ്പലഹാരം, അതിനൊരു പങ്ക് കഴിക്കുന്ന എന്താണ് കുഴപ്പം? അവർക്ക് സന്തോഷേ ഉള്ളൂ. പോയാ നല്ല സൂപ്പർ മുറുക്ക്. നിങ്ങളുടെ മുതുക്ക ചേട്ടൻ എന്തിന്റെ കുഴപ്പമാണ്? ഞാൻ കഴിക്കാൻ വാങ്ങിച്ച മുറുക്കാണ് നിങ്ങളുടെ ചേട്ടൻ എടുത്തോണ്ട് പോയത്. ഒരു നാണവുമാനും ഇല്ലാത്ത കൾച്ചർലെസ് ഫെല്ലോ. ഇടി, നീ ഒന്ന് പതുക്കെ പറ, താഴെ കേൾക്കും. കേൾക്കട്ടെ, കേൾക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ബ്ലഡി തീറ്റ ഭ്രാന്തൻ. ആ താടി ഉണ്ടായി അറിയാം. അച്ഛന് മുറുക്ക് വേണോ? എനിക്ക് വേണ്ട. നിന്റെ അനിയനും അനിയന്റെ ഭാര്യയും കൂടെ നിനക്ക് തന്നതല്ലേ, നീ തന്നെ കഴിച്ചോ. അമ്മയ്ക്ക് വേണോ അമ്മ? എനിക്ക് വേണ്ട പൊന്നോ, നീ തന്നെ കഴിച്ചോ. ഒരു പശ കിട്ടിയിരുന്നെങ്കിൽ കവർ ഒട്ടിച്ചു വയ്ക്കായിരുന്നല്ലേ. ഓ സുഖമാമി. മക്കൾക്ക് ചന്ദ്രിമാമി അച്ചപ്പം ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആഹാ. പിന്നെ മരുമോക്കും കൂടെ കൊടുക്കണം, ഒറ്റയ്ക്ക് കഴിക്കല്ലേ. ഓ കൊടുക്കാം. സന്ദ്രി നീയാ? ഓച്ചി മരുമോക്കെ കുറച്ച് അച്ചപ്പം കൊണ്ടു കൊടുക്കാൻ വന്നത്. മരുമോള് കൊച്ചേ എങ്ങനെ ഉണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അമേസിംഗ്. ജിത്തു, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കച്ചറ പീപ്പിൾസിൽ നിന്നും കച്ചറ സാധനം വാങ്ങിച്ച് കഴിക്കരുതെന്ന്. ഇടിയിൽ ചന്ദ്ര. നോ നോ നോ, ഇത് കരിക്കച്ചാലി വെള്ളത്തിൽ ഉണ്ടാക്കുന്ന സാധനമായിരിക്കും. വൈകിട്ട് കഴിപ്പിച്ചാൽ ആര് പറയും സമാധാനം? സോ ഐ ആം ഗോയിങ് ടു ത്രോ ദിസ് യൂസ്ലെസ് ഫുഡ്. ഓക്കേ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ ഉറക്കൊഴിഞ്ഞ് എന്റെ ഭർത്താവ് ആട്ടിയ മാവ് കൊണ്ട് ഉണ്ടാക്കിയ അച്ചപ്പോണ് അവളെ എടുത്തെറിഞ്ഞത്. നിനക്ക് എന്ത് തൊട്ടാ സന്ദ്രയുടെ ആഹാരം കൊള്ളൂലാത്തതായത്? അമ്മ അത് നിനക്കെന്തിനാ അവളെ കൊണ്ടുവന്ന
ഉരുകി പോവോ? ആന്റി മൈൻഡ് യുവർ വേർഡ്സ്. ഓ അവളൊരു പത്രാസുകാരി വന്നേക്കണം. മക്കളെ തലമറന്ന് നീ എണ്ണ തേക്കരുത് കേട്ടാ. നീക്ക ഇവിടെ ഇല്ലാതെ വരുമ്പോ ഒരു ഉപകാരം ഇല്ലെങ്കിലും ഓരോ ഉപദ്രവം കൊണ്ടുവരുന്നതാണ് എന്റെ സന്ത്രി. ആ സന്ത്രിയെ നീ കരിപ്പിച്ചോട്ടേക്കണം. അനുഭവിക്കൂടാ. ഇവിടെ എന്തൊരു പ്രശ്നം? നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന കണക്ക് ഗൃഹനാഥന്റെ പേര് പറഞ്ഞ ഇവിടെ ഇരിക്കും. ചിത്തു ഇതൊക്കെ കേൾക്കാനാണോ നീ എന്നെ ഈ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇതൊക്കെ കേൾക്കാൻ തന്നെടി. അമ്മായിയമ്മ മരുമകൾ പോയി. ചിത്തു പ്ലീസ് റിപ്ലൈ. അമ്മ ഇനി എന്റെ ഭാര്യയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാലാ പറഞ്ഞാ നീ എന്തിനാ വീട്ടിൽ നാട്ടിന് ഗുണമില്ലാത്തവനെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിയോട് വന്നേക്കണം. ഗുണമില്ലാത്തവനെന്നാ സുഗന്യ നിനക്കറിയാമോ? 22 കൊല്ലം മുമ്പ് ഞാൻ കല്ല് ചുമന്ന് അധ്വാനിച്ചിട്ടുണ്ട്, അറിയാമോ? അച്ഛാ 22 കൊല്ലം മുമ്പേ ഇവ അമ്മേനെ വയറ്റിലില്ലായിരുന്ന പിന്നെ എങ്ങനെ കല്ലുമക്കാൻ പോയാ? ഇടാന്ന് മിക്കാറേ നിന്റെ അമ്മയ്ക്ക് യവനെ ഗർഭം ചുമന്ന സമയത്ത് ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് ചുമന്ന കഴിക്കുമോ പറഞ്ഞ. ഓ ആ കല്ല് അതല്ലേ വേറെ ഏത് പണിക്ക് പോവാൻ? ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല. നിന്നെ ഇതിലൂടെ ആയി പിടിച്ച് നിർത്തേക്കണം. ജിത്തു നീ വരുന്നുണ്ടോ? അമ്മ ഞാൻ പോട്ടാ. ഞാൻ പോണ്. എന്റെ ഭാര്യ പറയുന്നതാണ് എനിക്ക് വേദവാക്യം. എങ്കിൽ ഇറങ്ങി പോടാ. അച്ഛാ ഞാൻ പോണ്. ഞാൻ പോണ്. ബൈ ബൈ ബൈ. എടാ മക്കളെ പോവല്ലടാ. അവര് പോണെങ്കി പോട്ടച്ചാ. അവര് വാങ്ങിച്ചിങ്ങനെ ചിച്ചു മിച്ചറേ നമുക്ക് കഴിക്കാന്ന്. ഓന്റെ തീറ്റി. മക്കളെ പോവല്ലടാ. എന്നെ പറഞ്ഞു വിടുവല്ലേ? സുഗന്യേ നീ വണ്ടി കയറി. ഓക്കേ വണ്ടി എങ്ങാനും തൊട്ടാ നിന്റെ കുറുമുട്ട് തല്ലി ഓടിക്കും ഞാൻ. ഞാൻ എന്റെ പൈസക്ക് വാങ്ങിച്ചിരിക്കുന്ന വണ്ടിയാണ്. സുഗന്യേ നമുക്ക് ബസ്സിൽ പോവാം. വണ്ടി നടക്ക്. നാട്ടാരെ ഓടി വരണേ. എന്റെ ഭാര്യയെ വീട്ടിൽ ഇറക്കി വിട്ടേ. നാട്ടാരെ എവിടെ ഇന്ന് ഞാൻ അയ്യോ ഓടിക്കോ സുഗന്യേ. ഞാൻ ദേഷ്യം വന്നപ്പോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എന്തൊക്കെയോ അല്ല അമ്മ. അമ്മ പറഞ്ഞതെല്ലാം എനിക്ക് നല്ലപോലെ ഓർമ്മ ഉണ്ട്. എവിടെ പോയാന്നോ എന്റെ ചെറുക്കൻ? അവൻ പോട്രി. മക്കളെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്ക് ഒരു പട്ടി വില പോലും ഇല്ലല്ല. അവൻ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. എവിടെ ആണെങ്കിലും നല്ലതുപോലെ ഇരുന്നാ മതി. സെന്റി ആക്കല്ലേ അച്ഛാ. ഏയ് ഇല്ലടാ, ചെറിയ വിഷമം. ഇതാരും നട്ടഭാര്യ തിരികെ. മക്കളെ നീയാ? എന്തിനാ മോനെ ഇരുന്ന് കരയണ? മരുമോളോട് പോയി. ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തപ്പോഴേ അതിൽ അണ്ടിപ്പരിപ്പ് കിട്ടിയില്ലെന്നും പറഞ്ഞ് അവൾ എന്നെ കള്ളിട്ട് വീട്ടിൽ പോയച്ചാ. എനിക്ക് ആരുമില്ല. അപ്പൊ ഇനി എന്താ പരിപാടി? അകത്തോട്ട് കയറണം, ഒന്ന് കുളിക്കണം, ഒന്ന് കിടക്കണം. കേറിക്കോട്ടെ അച്ഛാ. 22 കൊല്ലം മുമ്പ് ഒരു കല്ല് ചുമക്കൽ കഥ ഉണ്ടായിരുന്നല്ല, അതെന്തരായിരുന്നു? അത് ഞാൻ അവളെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഇറക്കിയ ഒരു നമ്പർ അല്ലേ അച്ഛാ? അയ്യോ അച്ഛാ നോക്കിക്കോട്ടെ അവിടെ എന്തിരുന്ന്. എന്താ മക്കളെ? എന്തിനാണെന്നോ നിന്ന് നോക്കിക്കോട്ടെ. ചെറുക്കന്റെ ഓരോ കാര്യങ്ങൾ ഇപ്പോഴാണ് ഒരു സമാധാനമായ. ഇനി സുഖമായിട്ട് പോയി കിടന്നുറങ്ങാം. അയ്യോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കേറി പോടാ അകത്ത്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.